സിനാൻ ചോട്ടിനോടത്ത് നോക്കി കയറുക. അല്ലോ വെൽക്കം ബാക്ക്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി വ്ളോഗാട്ടോ. കാരണം 2 ദിവസമായി ഞാൻ ഈ റൂട്ടിൽ കൂടി പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. നമ്മളെ റോഡ് സൈഡിലുള്ള ഒരു സൈനേജ് ബോർഡ് നല്ലോണം പോയി കിടക്കുകയാണ്. ഒന്ന് ക്ലീൻ ചെയ്തൊന്ന് വൃത്തിയാക്കുക, നാട്ടുകാർ കുറച്ചൊരു ഉപകാരപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയാട്ടോ. മാങ്ങയുള്ള ഒരു മ്യൂസിയം ഉണ്ട് ഇതോടെ, നല്ല മാങ്ങനെ വീണെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു സൈനേജ് ബോർഡ് ഇതാ, ഈ ഒരു സൈനേജ് ബോർഡ് മൊത്തം ക്ലീൻ ചെയ്യണം. ഇത് നോക്കിയേ, സംഭവം മൊത്തം പോയി കിടക്കുക. ഇതിപ്പോൾ ഒരു നല്ലൊരു വളവാണ്, നമുക്കറിയാം നമ്മളെ ഈ നാട്ടിലുള്ള വളവാണിത്. ഇപ്പോൾ പൂഴിക്കുത്ത് എന്ന് പറഞ്ഞ ഏരിയയാണ് നമ്മളെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു സൈനേജ് ബോർഡ്. നിങ്ങൾ നോക്കിയേ, മൊത്തം പോയി കിടക്കുക, ഇച്ച് പിടിച്ച് കിടക്കുകയാണ്. ഈ ഒരു സംഭവം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകട്ടോ. ഇത് നല്ലൊരു വളവിലുള്ള ഒരു ഇതൊന്ന് ക്ലീൻ ചെയ്യാന്നുള്ള അത്യാവശ്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ചെയ്യണം തോന്നി അങ്ങനെ ഇറങ്ങിയതാണ്. ഈ ഒരു സൈനേജ് ബോർഡും നമുക്ക് ക്ലിയർ ചെയ്യണം. അവിടെ ഒരു സൈനേജ് ബോർഡ് ഉണ്ട്, അവിടെ മരമൊക്കെ മുളച്ചിട്ടുണ്ട്. അത് വെട്ടണം എന്നാണ് ചെക്കന്മാർ പറഞ്ഞത്. നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചെയ്യാം. ഏതായാലും നമ്മളെ റോണിക്കുട്ടൻ, നമ്മളെ അൽഫാസിൻ്റെ വണ്ടി, അതായത് നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സൈനേജ് ബോർഡും ഇതിന് നേരെ ഓപ്പോസിറ്റുള്ള ആ ഒരു സൈനേജ് ബോർഡ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കും. അത് എത്തുമെന്ന് സംശയമാണ്. ഇത് എത്തില്ല കേട്ടോ, എത്ര എത്തുള്ളൂ. അപ്പം നമ്മൾ കല്ല് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഒറ്റക്കൊന്നിച്ചാളോ? മതി മതി, ഒരാൾ ഒറ്റ കൊടുക്കാം. എത്തുമെന്ന് അറിയില്ല, എന്നാലും നോക്കുക. കുറച്ച് മെനക്കെടുണ്ട്. ഐ വിൽ ട്രൈ. എത്തുവയ്ക്കാരല്ലേ? എത്തുവാ ഇല്ലെങ്കിൽ ഒന്നും കൂടി കൊണ്ടുവരാം. ചാൻസ് ഇല്ല, ഒന്നും കൂടി വേണ്ടി വരും. ഒരു കട്ടിങ് കൂടി വേണം, എന്നാലേ എത്തുള്ളൂ. മുകളിലെത്തണം, ടോപ്പിലെത്തണം. എടാ അത് അട്ടിക്കിടുമ്പോളേ അപ്പം നിൽക്കാൻ കൂടി നോക്കണം കേട്ടോ. കുറച്ച് ടാസ്ക് ആണ്, പക്ഷെ കുഴപ്പമില്ല. ടോപ്പിലെത്തൂല, എന്നാലും നമുക്ക് മാക്സിമം ക്ലീൻ ചെയ്യാം. കുറച്ച് ഇതാക്കിയാൽ മതി. നമ്മൾ ബക്കറ്റ് വീട്ടിൽ നിന്ന് എടുത്താണ്. പിന്നെ മിസ്വാക്ക് ഉണ്ട്, ഒരുപാട് സർഫോണി നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. നേരെ കോപ്പയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇട്ടിട്ട് സെറ്റ് ആക്കി വെക്കാം. കുറെ ആൾക്കാർ റോട്ടും കൂടി പോകുമ്പോൾ ഇങ്ങനെ നിർത്തി നോക്കുന്നുണ്ട് കേട്ടോ. വെള്ളം പിടിക്കൊന്നും കൂടി ഇല്ലല്ലേ. അത്രയും ഇച്ചയാണ്, അതുകൊണ്ടാണ് വെള്ളം പിടിക്കാത്തത്. അത്രയും കാലങ്ങളായിട്ടുള്ള ഇച്ചയാണ്. വെള്ളമുണ്ട് ഇഷ്ടം പോലെ, അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ ഇച്ചയാണത്. മോനെ മൊത്തം ഇച്ചല്ലേ സിനാന. കാട്ട് അത്രയും കറുള്ള ബോർഡ്. മോളിൽ നിന്ന് വെള്ളം ഒഴിക്കണടാ. ആ കുപ്പി ഇടുതേ, മേലെ കയറി വെക്കാം. ഒരു ടോപ്പിലെത്തൂടെ, നല്ല മെനക്കറുണ്ട് കേട്ടോ. നോക്കിയേ, അഹിമല്ല ഇച്ച അതൊക്കെ കുഴപ്പമില്ല. അയ്യോ ഇളകരുത് കേട്ടോ, കല്ല് ഇളക്കുള്ളതാണ്, നോക്കിയിട്ട് എടുക്കുക. അയ്യോ എന്തായാലും സിനാന്റെ ഷർട്ട് കൂപ്പറായി. ആ ഷർട്ട് നോക്കി എടുത്തോ, ഷർട്ട് നമുക്ക് ആവണ്ട. പോണ്ടല്ലോ. ഇവിടെയൊക്കെ ഇതാണ് നമ്മളെ സൈനേജ് ബോർഡിന്റെ ഒറിജിനൽ നിറ കേട്ടോ. ഇതൊന്നും ഇതേപോലെ തന്നെ വേണം. ചെറിയൊരു ഇൻഫർമേഷൻ ആട്ടോ, ഒരാളും കുറ്റം പറയാമെന്നല്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാന്ന് മാത്രം. ശരിയാ കേട്ടോക്കെ, ഒറിജിനൽ കളർ അത്. ഇനി മേളിൽ ചേരുത്തണം, കെത്തൂല. അത് നമുക്ക് മറ്റേ ബോർഡ് എടുക്കാം. സെറ്റായി. ഇനി ഇത് എന്നിട്ട് പീഞ്ഞിട്ട് ഒന്ന് ആ ക്ലോത്തിൽ തുടച്ചു നോക്കാം. എവിടെയോ അയ്യോ ടോപ്പില് ഫൈനലി ഫിനിഷ് ആയിട്ട് ഒന്ന് വെള്ളം ഗവൺമെന്റ് ഇവരെല്ലായിടത്തും കൊണ്ടുപോയാ മതിയെന്ന്. വളവിലുള്ള അത് കുറച്ച് മേലിന്ന് കൂടി ഒഴിക്കണം. നിന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ സൈനേജ് ബോർഡാണ്. അത്യാവശ്യമായിട്ടുണ്ട്, ആൾക്കാര് നോക്കണ്ട്. ഇത്രയും നല്ല കുട്ടികൾ ഉണ്ടാവുന്നത് അത് കിട്ടാ. അല്ലല്ല അയച്ച് കുറച്ചും കൂടി ഇവിടെ കല്ലിട്ട് ഞാൻ ഒന്നും കൂടി എളുപ്പമാവും അല്ലേ? ചേട്ടാ നല്ല മെനക്കേടുണ്ട്. കല്ലൊരു പിടുത്തല്ലാതെ കല്ല് നല്ല ചടി ഉണ്ട് അല്ലേ? അത്യാവശ്യത്തിലേറെ പണിയുള്ളൊരു സ്റ്റാൻഡാണ് നമുക്ക് രണ്ടാമത് കിട്ടിയുള്ള സ്റ്റാൻഡ്. ഹൗ ടു ഫീൽ എന്ന് വെച്ചാൽ സിനാൻ എന്താ ഇതിന്റെ ഫീൽ ആരണെങ്കിൽ അത് ചെയ്യണം. ഇത് ചെയ്യണം. നമ്മളിത് പലരും വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ കാണുമ്പോൾ സിമ്പിളാണ് സംഭവം. ഒന്ന് ചെയ്ത് നോക്കിട്ടോ, നല്ല റിസ്ക് ഉണ്ട്. അത് പബ്ലിക്കിൽ വെച്ച് ഇങ്ങനത്തെ റോട്ടിൽ വെച്ചിട്ട് ആൾക്കാർ റിയാക്ഷനും കിട്ടിയിട്ട് ചെയ്യണം. അടിപൊളിയാ. എടാ സിനാനെ, ഇതിന്റെ ഒറിജിനൽ നിറാണ് ഈ കാണണേ. അപ്പൊ അത് മുമ്പത്തെ നിറ എങ്ങനെ ഉണ്ടായിട്ടുണ്ട്? എത്രയോ ബെറ്ററാ. ഈ ഒരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം നല്ല വളവാട്ടോ.
അവിടുത്തതും ഇവിടുത്തതും അതുകൊണ്ട് കൊടുത്തു. ആ ബോർഡ് നോക്കപ്പോ പറയാനാ ആ ബോർഡിന്റെ വൃത്തി നോക്കാം. പുതിയ സാധനം പോലെ സൂം ചെയ്യ്, പുതിയ സാധനം പോലെ. ഏതാ നീറ്റ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒറിജിനൽ നിറ കേട്ടോ. അടിക്കുമ്പോൾ ലൈറ്റ് കാണൂല. ഇതും അതുപോലെ ഉണങ്ങി കഴിഞ്ഞാലേ സെറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. മതി, ഇത്ര മതി. ഇത് നമ്മളെ വിജയം. ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ വിജയമാണ്. നമ്മൾ ഫസ്റ്റ് ക്ലീൻ ആക്കിയ ബോർഡാണത്. ഇതിന്റെ ഒറിജിനൽ നിറതാ. ഇത് ഉണങ്ങി വരുന്നുള്ളൂ. ആ ബോർഡ്, ഈ ബോർഡ് ഉണങ്ങി വരുന്നുള്ളൂ. ഏതായാലും നമ്മൾ ഈ ചെറിയ വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ എന്തിനാ ചെയ്തത് സിനാനെ? ഇത് നമ്മള് കുറെ ആൾക്കാർക്ക് നല്ലതിനല്ലത്. ഈ ഒരു വളവ് എന്ന് വെച്ചാൽ അത്ര അപകട വളവാണ്. ഈ സാധനം ഒന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് വെച്ചിട്ടൊരു ഉപകാരം ഉണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മളെ നാട്ടിലായതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും ബൈ ബൈ. എൽ ബോർഡ് ഉള്ളതിനെ കാണുന്നില്ല, അത്രയും പൊന്തക്കാടാണ്. അതൊക്കെ ഒന്ന് ഒടിച്ചു കൊടുത്തൂടെ അല്ലേ? സിഗ്നൽ ബോർഡ് ഒന്ന് കണ്ടോട്ടെ. അത്ര ചെയ്താൽ മതി. അത് മുള്ളാണ്ടാ.